Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മളുടെ LD ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷകളാണ് ഈ വരുന്ന ഒക്ടോബർ 22-ാം തീയതി അല്ലേ. ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ എത്ര മാർക്ക് വേണം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ, എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ജോലിക്ക് കയറാൻ സാധിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് 106/2025 107/2025 വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്ന പരീക്ഷയാണ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 41,660 ഇതൊരു വലിയ ഫിഗർ തന്നെയാണ്. ഫിഗർ ഇൻ ദ സെൻസ് നമുക്ക് വലിയൊരു മോട്ടിവേഷൻ തരുന്നൊരു ഫിഗറാണിത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു LD ക്ലർക്കിൻ്റെ എക്സാം വരുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഉഷാറായിട്ട് പഠിക്കാറുണ്ട് അല്ലേ. കേരളത്തിലെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി തലത്തിലുള്ള പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മത്സരിക്കുന്നത് ലക്ഷോപലക്ഷം ആൾക്കാരോടൊപ്പമാണ്. അപ്പോൾ ഇത്രയും ആളുകളോടൊപ്പം നമ്മൾ മത്സരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ആ ഒരു ആഗ്രഹത്തോടു കൂടി, വാശിയോടുകൂടി പഠിക്കുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ 41,660 ആൾക്കാരോട് മാത്രം നമുക്ക് മത്സരിച്ചാൽ മതി. അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ യോഗ്യതയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് മാത്രമാണ്. അതിൽ എത്ര പേര് ഈ പരീക്ഷയെ സീരിയസ് ആയി കാണുന്നു? വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ഈ പരീക്ഷയെ സീരിയസ് ആയി കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ഈ ഒരു പോയിന്റിൽ എനിക്ക് ആദ്യം പറഞ്ഞു തരാനുള്ള കാര്യം. അപ്പോൾ നമ്മളൊരു നോർമൽ PSC പരീക്ഷ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷയോടുകൂടി പഠിക്കേണ്ട ഒരു പരീക്ഷ തന്നെയാണ്. കാരണം ഇവിടെ നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ളവരോട് മാത്രമാണ് മത്സരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാം ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒക്ടോബർ 22-ാം തീയതിയാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നോക്കിക്കേ, കഴിഞ്ഞ പരീക്ഷ, അതായത് 325/2020 നോട്ടിഫിക്കേഷനിൽ നടന്ന പരീക്ഷ, ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2021 ആയിരുന്നു. 27/2/2023 ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. നമ്മളുടെ മെയിൻ ലിസ്റ്റിൽ 669 പേരും ടോട്ടൽ 1419 പേരും എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്നു അല്ലെ, പ്രോബിലിറ്റി ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഇനി കട്ട് ഓഫ് എന്ന് പറയുന്നത് 59.67 ആയിരുന്നു. 59.67 ആണ്. റാങ്ക് ലിസ്റ്റ് 17/8/2023 പബ്ലിഷ് ചെയ്തു. അഡ്വൈസ് 108 അഡ്വൈസോളം പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പം 26 വരെ വാലിഡിറ്റി ഉള്ള റാങ്ക് ലിസ്റ്റാണ്. ഇനിയും ഏകദേശം എത്ര നാളുണ്ട്? നമുക്ക് 1 വർഷത്തിനോടടുത്ത് നമ്മൾക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പേർക്ക് പോകും? അഡ്വൈസ് പോകും. അപ്പോൾ ഈ ഒരു കണക്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 59.67 എന്ന ആ ഒരു ഫിഗർ നമ്മൾ ഓർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ കണ്ടോ, 1 വർഷത്തോളം റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇനിയും അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ GK കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്. എന്താണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും PSC പരീക്ഷയ്ക്ക് റെഗുലറായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് GK ആയിരിക്കും. ഇനി PSC പരീക്ഷയെ വലിയ ബന്ധമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് എക്സാംസ് മാത്രം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീക്ക് ഏരിയ എന്ന് പറയുന്നതും GK ആയിരിക്കും അല്ലെ. GK മാത്സ് വിഷയങ്ങൾ ഇല്ലാത്തൊരു പരീക്ഷയാണിത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പ്രത്യേകിച്ച് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ മാത്സ് തന്നെയാണ്. സോ ആ മാത്സ് എന്ന് പറയുന്ന വിഷയം ഇവിടെ തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റും അതോടൊപ്പം തന്നെ GK 10 മാർക്ക് മാത്രമേ ഉള്ളൂ. 10 മാർക്ക് GKയും കറണ്ട് അഫയേഴ്സും ഉള്ളൂ. അതും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 10 മാർക്ക്. ഇനി ബാക്കിയുള്ള 50 മാർക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് പോയിന്റിലുള്ള മാർക്കാണ് അല്ലെ. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തും കണ്ടും കേട്ടും ഒക്കെ ശീലമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള 50 മാർക്ക്. തീർച്ചയായിട്ടും അത് നമ്മുടെ സ്ട്രോങ് ഏരിയ തന്നെയാണ് അല്ലേ. പക്ഷെ അവിടെ കൃത്യമായിട്ടുള്ള റിവിഷനും എക്സാം പോയിന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എക്സ്പേർട്സ് ആണ്.
പക്ഷേ ഇതൊരു ചോദ്യ ഉത്തര പാറ്റേണിൽ, പ്രത്യേകിച്ച് ഒരു MCQ പാറ്റേണിലേക്ക് വരുമ്പോൾ എങ്ങനെ അതിനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധവും പ്രാക്ടീസുമാണ് നിങ്ങൾക്കിവിടെ വേണ്ടത്. പിന്നെ വരുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ്. 40 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 40 മാർക്ക്. ഇവിടെ ഇംഗ്ലീഷ് 20 മാർക്ക്. ഞാൻ റെഗുലറായി PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. എനിക്ക് ഇംഗ്ലീഷ് ഒരു വിഷയമല്ല എന്ന് പറയുന്നവരോട് ഞാൻ കുറച്ചധികം നാളുകളായി ഈ ഒരു മേഖലയിൽ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു അധ്യാപികയാണ്. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ചോദിക്കുന്ന, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഒരുപാട് പ്രാധാന്യം വരുന്ന പരീക്ഷകളിൽ ഒന്ന് തന്നെയാണ് ടൈപ്പിസ്റ്റ്. ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് നമുക്ക് പറയാൻ പറ്റും, ഹൈസ്കൂൾ ടീച്ചേഴ്സ് പറയാൻ പറ്റും, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിസ്റ്റ് എക്സാം തന്നെയാണ്. കാരണം അതിൻ്റെ ചോദ്യങ്ങളുടെ ലെവൽ എന്ന് പറയുന്നത് നോർമൽ PSC പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചോദിക്കാറ്. അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേണിനെ മനസ്സിലാക്കിയുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലോർത്ത് വെച്ച് ചോദ്യങ്ങളെ കൂടുതൽ പരിചയപ്പെടുക. ഇനിയുള്ള ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്താം? തീർച്ചയായിട്ടും നമുക്ക് വെറും 2 മണിക്കൂർ, ഇപ്പം നമുക്കറിയാം വിദ്യാരംഭമൊക്കെ വരികയാണ്, നമ്മൾ ബുക്ക് പൂജയ്ക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ പൂജയെടുപ്പിന് ശേഷം വളരെ ഫ്രഷായിട്ട് നമുക്ക് വിദ്യാരംഭത്തിന് തന്നെ പുതിയൊരു തുടക്കമായിട്ട് നമുക്ക് ടൈപ്പിസ്റ്റ് പഠനം ആരംഭിക്കാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ബൂസ്റ്റർ ബാച്ച് 6-ാം തീയതി, ഒക്ടോബർ 6-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ കുറച്ച് സീറ്റ്സ് മാത്രമുള്ള ഒരു ബാച്ചാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്ലോട്ട്സിൽ മാത്രമായിരിക്കും പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് എൻട്രി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചോദ്യങ്ങളായിരിക്കും പരിചയപ്പെടുത്തുക. ഏറ്റവും പുതിയ രീതിയിലുള്ള നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു 1000-നോടടുത്ത് ചോദ്യങ്ങളായിരിക്കും ഇവിടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒപ്പം മോഡൽ എക്സാംസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പേർട്ട് അധ്യാപകരുടെ അടുത്ത് നിന്നുള്ള ഗൈഡൻസ്, ഇതെല്ലാം നിങ്ങൾ ഇതുവരെ പഠിച്ച് മറന്ന കാര്യങ്ങളെ എല്ലാം പൊടിതട്ടിയെടുക്കാനും ഈ വരാൻ പോകുന്ന പരീക്ഷ നന്നായിട്ട് എഴുതാനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ടൈപ്പിസ്റ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിരന്തരമായി റാങ്കുകൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി സർവീസിൽ കയറിയവരൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ടൈപ്പിസ്റ്റ് എക്സാം ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കുകയാണ്. ഒരു ടെൻഷനും വേണ്ട. പഠിച്ച കാര്യങ്ങളായിക്കോട്ടെ, പഠിച്ച് എവിടെയും എത്താത്ത കാര്യങ്ങളായിക്കോട്ടെ, ഒട്ടും പഠിക്കാത്ത കാര്യങ്ങളായിക്കോട്ടെ, ഈ പരീക്ഷ നിങ്ങളുടെ ഒരു ട്രൈ അർഹിക്കുന്ന പരീക്ഷയാണ്. കാരണം നിങ്ങൾ മത്സരിക്കുന്നത് വെറും 41,000 പേരോട് മാത്രമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിഷയവുമായിട്ട് ബന്ധമുള്ള ഒരു പരീക്ഷയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. 59 മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഈ 10 മാർക്ക് മാത്രമാണ്. ശരിയല്ലേ? ഒരു പക്ഷേ ഈ 2 ലാംഗ്വേജ് 40 മാർക്കിൽ നിന്നുകൂടെ നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 25 മാർക്ക്, ഇപ്പം എല്ലാവർക്കും ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ എളുപ്പമാവണം എന്നില്ല അല്ലേ? അപ്പം എങ്ങനെ നോക്കിയാലും ഒരു ആവറേജ് 25 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ പോലും ഈ 50 മാർക്കിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 35 മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കൂ. സോ അവിടെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കായി? 60 മാർക്കിനടുത്ത് അവിടെ തന്നെ. ഇത് നമ്മളുടെ ഒരു വളരെ റാൻഡമായിട്ട്, അതായത് ലാംഗ്വേജിന് 25 മാർക്ക് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ അവിടെ 60 മാർക്കിനോടടുത്ത് നിങ്ങൾ എത്തി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാംഗ്വേജിന് കുറച്ചധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ GKയുടെ മാർക്കോടെ കൂട്ടിയിട്ടുമില്ല, കണ്ടോ? അപ്പോൾ മാന്യമായിട്ടുള്ളൊരു എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടി റാങ്ക് ലിസ്റ്റിൽ കയറുകയും ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് വരാൻ പോകുന്ന LD ടൈപ്പിസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ബൂസ്റ്റർ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ബോർഡ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു വർത്ത് ആയിരിക്കും. അപ്പം മറക്കണ്ട, ഒരുപാട് റാങ്കുകൾ ടൈപ്പിസ്റ്റിന് CCക്ക് സ്വന്തമാണ്. സോ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കുറച്ച് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സസിൽ കാണാം. ഇംഗ്ലീഷുമായിട്ട് ഞാനും ഉണ്ടാവും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്